പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പിണ്ടി ഉപ്പിലിട്ടത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇത് ഒരെണ്ണം എടുത്ത് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ കറി വയ്ക്കാൻ നിൽക്കില്ല കേട്ടോ. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ നിൽക്കില്ല, കറി വയ്ക്കാൻ നിൽക്കില്ല, നേരെ കൊണ്ട് ഉപ്പിലിടും. അതിൻ്റെ ടേസ്റ്റും ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഉണ്ടാക്കി അപ്പം ഒരു അരമണിക്കൂർ വെച്ചാൽ അപ്പം തന്നെ കഴിക്കാം. അപ്പോൾ അത് ഇത്രയൊക്കെയുള്ളൊരു കഷ്ണം പിണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് തന്നെ വെട്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നുണ്ട്, കളറൊക്കെ മാറിപ്പോയി. ഇത് അരിഞ്ഞെടുക്കാം. ഇതുപോലെ വട്ടത്തിലരിയാം, അല്ലെങ്കിൽ പതുക്കെ നടുഭാഗം മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ അരിയാം കേട്ടോ. അരിഞ്ഞ് കഴിഞ്ഞിട്ട് നൂലൊക്കെ കളഞ്ഞെടുക്കാം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. പിണ്ടി ഉപ്പിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉപ്പിലിട്ട് വെച്ച് നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഉണ്ടാക്കി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പിന്നെ പകുതി കഴിഞ്ഞു കേട്ടോ കുപ്പിയിലത്തെ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ട് കഴുകണ്ട കേട്ടോ. പിണ്ടി നമ്മൾ പൊളിച്ചോളുന്ന അപ്പം തന്നെ അരിയാം. പിണ്ടിയിൽ പ്രത്യേകിച്ച് അഴുക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള പച്ചമുളക് കുറച്ച് അരിഞ്ഞു കൊടുക്കാം. ഇതിപ്പോൾ അരിഞ്ഞിട്ടുണ്ട്, ഇത്ര മതി. നല്ല എരിവാണ് കേട്ടോ. ഇനി ഇത് ഉപ്പിലിടാം. തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളത്തിൽ കേട്ടോ. ഇപ്പോൾ ചില്ല് നമ്മുടെ കുപ്പി ഉണ്ടല്ലോ, അതിലാണ് ഇടുന്നത്. കുറച്ചധികം തന്നെ ഇട്ടിട്ടുണ്ടായിട്ടാ, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പകുതിയായി. അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉപ്പൊക്കെ പിടിച്ചു. എരിവ് ഇത്തിരി മുളകൊക്കെ പിടിക്കാൻ ഇത്തിരി നേരം കഴിഞ്ഞിട്ടോ. പക്ഷെ ഉപ്പ് പെട്ടെന്ന് പിടിച്ചു. നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറേ ഉപ്പിട്ട് കൊടുക്കരുത്, വിനാഗിരിയും കുറേ ഒഴിച്ച് കൊടുക്കരുത്. സാധാരണ പച്ചക്കറിയുടെ പോലെ അല്ലല്ലോ ഇത്, സ്പോഞ്ച് പോലത്തെ ഒരു സാധനമല്ലേ. അപ്പോൾ ഇത്രയും വെള്ളത്തിലേക്ക് ഞാൻ അര ഗ്ലാസ്സിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ് വിനാഗിരി ഒഴിച്ചത് കേട്ടോ. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് നിറഞ്ഞ് നിൽക്കട്ടെ. ഇത് അപ്പം തന്നെ കഴിക്കാം, പിന്നെ കുറേ നാൾ ഇരിക്കുകയും ചെയ്യും, പൂത്തൊന്നും പോയില്ല കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ബുദ്ധിമുട്ടി അരിഞ്ഞ് വേവിച്ച് കഷ്ടപ്പെടണ്ട. ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ഓരോന്ന് കൊടുത്ത് നോക്കാം, അവർക്ക് ഇഷ്ടപ്പെടും. അടുത്ത ടിപ്പ് കാണാം കേട്ടോ, ടിപ്സുകൾ കാണാം. നമ്മുടെ റേഷൻ്റെ അരിയിലൊക്കെ ചെള്ള് വരില്ലേ, ഉച്ച്, അത് വരാതിരിക്കാനായിട്ട് നമ്മുടെ പപ്പായയുടെ ഇല ഉണ്ടല്ലോ, കപ്പക്കായ, ഞങ്ങളുടെ കപ്പക്കായ എന്ന് പറയാം. അതിൻ്റെ ഇല ചീന്തി ചെറുതായിട്ട് പീസാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് അമർത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ചെള്ള് വരാതിരിക്കും. അല്ലെങ്കിൽ വെളുത്തുള്ളിയോ ഗ്രാമ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അടുത്തത് വേറെ ടിപ്പ് കേട്ടോ. ഇസ്തിരിപ്പെട്ടി നമ്മൾ ഇസ്തിരി ഇടുമ്പോൾ പെട്ടെന്ന് ഉരുകി പിടിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഒരു വാഴയില അങ്ങനെ എടുക്കുക, അതുമ്മേ അങ്ങനെ നല്ലോണം ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അടിയിലത്തേക്ക് പോയി കിട്ടും. അല്ലെങ്കിൽ ഈ വാഴയുടെ ഇലമേ തന്നെ കുറച്ച് പൊടിപ്പ് കുറച്ച് വെതറി കൊടുക്കുക, അതിട്ട് നല്ലോണം ഉരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.